What is the tallest building in the world? Mia Khalifa. ഇവ ആരുടെ What ബിൽഡിംഗ് തന്നെയല്ലേ കേട്ടത്? is the tallest building in the world? Mia Khalifa. ബുർജ് ഖലീഫ. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓറ ഉണ്ടാകും എന്ന് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു ഓറയെ കുറിച്ച് ഞാൻ ആദ്യം വിചാരിച്ചെന്താ പറയാ, ലാലേട്ടന്റെ കയ്യിൽ ടാറ്റു വന്ന് ഇത് നോക്കി. അത് ടാറ്റോ പോലെ അത് ടാറ്റു ഒന്നുമല്ല, അടുത്ത ഫ്രെയിം നോക്ക്. അത് ഇതാ കോപ്പിറൈറ്റ്. ഇവരുണ്ടാക്കിയ കോംബോ ഫിലിം നൗ മിസ്സിംഗ് ദം. നിങ്ങൾ എല്ലാവരും കൂടിയുള്ള ഒരു സിനിമ നമ്മളെല്ലാവരും വീണ്ടും കാണാൻ ആഗ്രഹിക്കും. പറഞ്ഞോട്ടെ, എന്നെ അഭിനയിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കോമ്പിനേഷനിൽ ഒരു പടം എന്നറിയാം, അതൊരു കൊതിയാണ്. അപ്പൊ ഞാനൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു ഒരുമിച്ച് അവരെ മൂന്നുപേരെ കൂടി ഒന്ന് വീണ്ടും സ്ക്രീനില് അവരുടെ ആ കെമിസ്ട്രി കാണാനായിട്ടല്ലേ. അശോകനോട് പറഞ്ഞു, ഇടാ അവനുമായിട്ടൊരു പടം ചെയ്യണം എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, അശോക ഇപ്പോഴത്തെ രീതിയിലുള്ള പടമല്ല, നിങ്ങൾ പണ്ട് പച്ചലേം കത്തിരിക്കാൻ പോലെ അടിച്ചു നിന്ന് അതുപോലത്തെ പടം ചെയ്യണം. എന്റെ അമ്മോ, എന്തൊരു കോംബോടാ അത്. എല്ലാം സൂപ്പർ ഹിറ്റാ. എന്റെ പൊന്നോ, എല്ലാം സത്യം ഹിറ്റ്. ഏതാടാ ഹിറ്റ് അല്ലാത്ത? എന്റെ അമ്മോ എന്നാ ഞാൻ കൈ കൊണ്ട് പ്രിന്റ് ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അവൻ എന്ത് ചെയ്തോണ്ടിരിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നത്? ഇത് ഞാനിപ്പോ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോ അവനിപ്പോ എന്തു ചെയ്യുന്നേ? അപ്പൊ ഇതൊട്ട് വെച്ചിട്ട് വല്ല സർക്കസ് കാണിക്കണം. അവൻ കൈകൊണ്ട് വരയ്ക്കുമല്ലേ ഇത്? കിടിലം. എടാ യുവർ കണ്ടോ? ഇല്ലടാ കാണാൻ പറ്റിയില്ല. അഖിൽ മാരാ സ്റ്റേറ്റ്മെന്റ്. എന്റെ ഫാമിലിയിലെ എൽഡർ ഡോട്ടർ ആണ്. ആൻഡ് ഐ ആം ഓൾസോ ദ ഫാദർ ഓഫ് മൈ ഫാമിലി. ഐ ആം ദ ഫാദർ ഓഫ് മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഐ ആം ദ ഗാർഡിയൻ എന്ന് പറയണം. അതെന്താ അതിനകത്തുള്ള ഒരു ഊത്ത് വന്നത് പെട്ടെന്ന്? അത് ആരാന്നറിയാ? ചിരിക്കുവാണോ? മറ്റടാ ഗ്രീന്. അത് ശരിക്കും ചിരിയുടെ സൗണ്ട് ആയിരുന്നല്ലേ? അപ്പൊ ചിരിയുടെ സൗണ്ടാണ് ഞാൻ കളിയാക്കൂലേ, കാരണം ഇത് റിയൽ ആയിട്ട് വരും ഓബ്വിയസ്ലി. അന്നേരം താറാവിനെ പോലെ നീയാണോ ഈ വർത്താനം പറയുന്നതെന്നായിരിക്കും അതിനകത്ത് ആദ്യത്തെ കമന്റ്. മനസ്സിലായ? അതിൽ ഞാൻ അഭിപ്രായം ഒന്നും പറയൂല. മനസ്സിലായ? ഒരുപാട് അമ്മമാര് വീട് നോക്കുന്നുണ്ട് കേട്ടാ. ഐ ആം ദ ഫാദർ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാ അച്ഛന്മാരെ സംരക്ഷിക്കുന്നുള്ളൂ. അമ്മമാരുണ്ട്, അങ്ങനെ പറയണം. ഗാർഡിയൻ എന്ന് പറയണം. ആരും ചർച്ചയാക്കിയില്ല. ഞാനിത് കേട്ടപ്പോ എനിക്ക് തോന്നിയതാ. ഞാൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചോദിച്ചായിരുന്നു. ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറയാം കേസ്, പുള്ളിക്ക് ഇപ്പം നിങ്ങളൊക്കെ ഫാനാണോ ഹേറ്റർ ആണോന്നൊന്നും അറിയത്തില്ല. ഞാൻ ഫാൻ അങ്ങനത്തെ രീതിയിലല്ല പറയണേ. പുള്ളി ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, പുള്ളിയോടൊന്നും സംസാരിച്ച് പിടിച്ചിരിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇങ്ങനത്തെ ഒരാൾ ഇല്ല ഇപ്പം ഈ ബിഗ് ബോസിലൊന്നും. ഇങ്ങനത്തെ ഒരാൾ മിസ്സിങ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിലൊന്നും ഈ പറയണത് പോലെ നമുക്ക് കണ്ടിരിക്കാൻ ഒരു ഇതില്ലാത്ത. പുള്ളിയൊക്കെ പ്രോപ്പർ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു. എന്റെ പൊന്നോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ കേസ്, ഒരു പുള്ളി ഒരു കണക്ക് കൂട്ടുന്ന ഒരു സാധനമുണ്ട്. എന്റെ അമ്മോ, അത് ഫാനാക്കി കളഞ്ഞ കേട്ടാ. അത് ആ സാധനം ഒരു ഇതിന്റെ എന്തോ ഒരു ടാസ്ക് കൊടുത്തത് ഇരുന്നേന്ന്. സാബു അവരെല്ലാം എല്ലാവരും സാബു ചേട്ടനൊക്കെ കിടിലോ, അവരെല്ലാം കിടിലുമായിരുന്നു. ഇതെന്റെ ശബ്ദമല്ലേ കേക്കണേ?
ഈ കൃഷ്ണ ഭഗവാനെ വിളിക്കാൻ ഞാനല്ലേ? അത് ഇത് ശരിക്കുള്ള ബസ്സിൽ വെച്ചേക്കുവാണോ? സീരിയസ് എഡിറ്റഡ് ആണോ? ശരിക്കുള്ള ബസ്സാണോ? ശരിക്കും സീരിയസ് ആണ്. നടനാ കേറി വാടാ കുട്ടാ. വരുത്തല്ലേ ദൈവമേ, എപ്പോഴും ബ്ലെസ്സിങ്സ് ഉണ്ടാവണേ. എല്ലാരും പ്രാർത്ഥിച്ചു കേട്ടാ. എന്തൊക്കെ സാധനങ്ങളല്ലേ. കൂടുതൽ ബാറ്റ്മാൻ കൂടൽ ബാറ്റ്മാൻ. ഇതുപോലെ 3D പ്രിന്റ് ചെയ്ത് എനിക്ക് എന്റെ വേരുമോൻ ഇട്ട് കൊടുക്കണം. അത് കണ്ടിട്ടെങ്കിലും ആൾക്കാർ പേടിക്കട്ടെ. എനിക്ക് ഇങ്ങനെ പറഞ്ഞ എന്റെ വേരുമോൻ ഇട്ട് കൊടുക്കണോടാ. ഇത് എവിടെ, എത്ര രൂപയ്ക്ക് ഇത് മേടിക്കാൻ കിട്ടുന്നത്? ഇത് എവിടെ കിട്ടുന്നത്? ആരെങ്കിലും നോക്കിട്ട് പറയോ പ്ലീസ്. എന്ത് സാധനം നോക്കണം. സെറ്റ് ഓൺലൈനിലുണ്ടെന്ന്. പക്ഷെ എന്റെ അവന്റെ തലയുടെ സൈസും ഇതും എങ്ങനെ അറിയാൻ പറ്റും ഓൺലൈനില്? പീക്ക് നൊസ്റ്റാൾജിയ. കല്യാണരാമൻ, പഞ്ചാബി ഹൗസ്, CID മൂസ, വെട്ടം, പറക്കന്തളിക, റൺവേ, കൊച്ചി രാജ, വിനോദയാത്ര, തിളക്കം, പാണ്ടിപ്പട. എന്റെ അമ്മോ, ഇതിലൊരു സിംഗിൾ പടം പറയടാ. എന്റർടൈൻമെന്റ് എല്ലാം ഉണ്ട് ഇതില്. ഇമോഷൻ, ചിരി, വിഷമം, സങ്കടം എല്ലാം ഉള്ള പാക്ഡ് ഫിലിം എന്നൊക്കെ പറയല്ലേ, ആ സാധനമാണിത്. എന്റെ അമ്മ, പ്രൈം ദിലീപ് സത്യല്ലേ, ഏതോ OG ദിലീപ്. അയ്യോ, കണ്ടില്ല. കൂടൽ ബാറ്റ്മാൻ. അത് OG ഞാൻ. അയ്യോ, അപ്പൊ തന്നെ അടിപൊളിയുടെ ഹരീഷ്ണ. കിടിലം കിടിലം. റിലേറ്റബിൾ അല്ലേ? ന്യൂ പേരൻസ് ഇൻ ടൗൺ. ഇതാണ് എന്റെ അവസ്ഥ, മനസ്സിലായ? ഉറക്കണതൊക്കെ അവളാണ്. എന്റെ അവസ്ഥ ഇതാണ്. ഒരു സാധനം എടുക്കാൻ റൂമിൽ പോകാൻ പറ്റൂല. നമ്മൾ ചാർജർ ഊരുന്നതും അല്ലെ സ്വിച്ച് ഇടുന്നതൊക്കെ കുഞ്ഞു റൂമിൽ കിടക്കുമ്പോഴേ, സാധാരണ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ആ സൗണ്ട് ഒന്നും ഫീൽ ചെയ്തില്ല. കുഞ്ഞു റൂമിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ആറ്റം ബോംബ് പൊട്ടിയതുപോലെയാണ് നമ്മുടെ ചെവിയിൽ സ്വിച്ചിന്റെ സൗണ്ട് ഒക്കെ കേൾക്കണേ. സീരിയസ് ആയിട്ട്, തമാശയല്ല. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അന്നേരം വരെ സ്വിച്ചിന് സൗണ്ട് ഉണ്ടാവില്ല. ഇത് സ്വിച്ച് എങ്ങനെ ഓഫ് ചെയ്ത വെടി പൊട്ടൂലേ, അതുപോലെയൊക്കെയാണ് സ്വിച്ച് ഓഫ് ആവണത്. ഇത് ഞാൻ തന്നെ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എണ്ണിക്കുന്നവർക്കാണ് റെസ്പോൺസിബിൾ, എണ്ണിപ്പിക്കുന്നവർക്കാണ് പിന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അയ്യോ. Pagani Hayura Pagani Hayura. BC, perhaps the pinnacle of motorsports. There are rich men out there who have to decide when they finally make it, when they finally sell that stock. Do they buy a Pagani Hayura BC or Koenigsegg Jesko or a Bugatti Chiron Pure Sport? But I'm the top G. I have all three. There are 30 coupes and 40 roadsters in the world. And of the 30 coupes in the world, I guarantee you 29 of them are sat in some museum. And this is the only one where you smoke cigars, hit the bump, 6-liter V12.
If you've got 812 comp, it has to have all that space at the front. Well, Pagani managed to make it a mid-engine V12, which is quite rare. Every time it changes gear, എന്റെ അമ്മ അത് കണ്ടായിരുന്നു. which is quite rare. Every time it changes gear, it feels like it's changing. It's really all about the sound of those turbos. It sounds so loud. Bugatti Chiron, Pagani Euro, Pagani Utopia, Chimera, 5s, 812 comps, 7. ഒന്ന് എടുക്കാൻ ആണോ എടാ എന്റെ കയ്യിലിരിക്കുന്ന വണ്ടി എല്ലാം കൂടെ പറക്കി വിറ്റാ പോലും ഇതിന്റെ 4 ടയർ മേടിക്കാനുള്ള കാശ് ഉണ്ടാവില്ല മൊത്തത്തില്, മനസ്സിലായ? ഇയാൾക്ക് എന്ത് പണി? ഇത് ആരും പറഞ്ഞൂടെ നിനക്ക്? ഞാൻ കണ്ടിട്ട് ബ്രോ ഇതെങ്ങനെ എടാ ഇത് ഞാൻ കണ്ടാ ഇതിന്റെ ക്വാളിറ്റി കണ്ടു എടുക്കണം അവൻ. എന്റെ മോനെ ബ്രോ, താങ്ക് യു സോ മച്ച് മീൻസിലായിട്ട്. ഞാൻ ഞാൻ എന്റെ ഈ കയ്യില് ദേവൂട്ടന്റെ ഫോട്ടോ ഇവിടെ ഫുള്ളായിട്ട് ടാറ്റു അടിക്കാൻ പോവാണ്. നമ്മളെ ഷാനിക്കയാണ് അടിക്കണം, ഷാനിക്ക ടാറ്റു. പുള്ളി അടുത്ത ദിവസം വരും. അപ്പൊ ദുബായി പോകുന്നതിന് മുമ്പ് പുള്ളി ദുബായി പോകുന്നതിന് മുമ്പ് വന്ന് അടിക്കും. എന്റെ കയ്യിൽ ഞാൻ അവന്റെ ഇത് ചെയ്യാൻ പോവാ. ഷാനിക്ക ഇവന്റെ പകുതിയിലൊന്നും കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ആരായാലല്ലോ നമ്മളൊക്കെ. രണ്ട് വോട്ട് 2 പെക്കൊക്കെ അടിച്ച് ഭയം കയറി. എത്ര പേരെ നോക്കി നിക്കണേന്ന്. അയ്യോ സമ്മതിക്കണം കേട്ടാ, സമ്മതിക്കണോടാ. ഫീൽ ഇറ്റ്. അണ്ണന് കിട്ടാറുണ്ടായിരുന്നു അണ്ണാ? കൊണ്ടത് കേട്ടോ, കേറി പിടിക്കും കേട്ടോ. അത് ഊതിയല്ലേ പ്രശ്നം. ഊതാൻ പാടില്ലല്ലേ? അവൻ തന്നെ അടി വാങ്ങി തിരിച്ചും കഴിയണം പറ്റും. നിർത്തി അടിക്കാന്ന് പറയുന്നത്. ഇവന്മാര് ദേഹത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇത് എങ്ങനെയാണ് പറ്റണ? ഇങ്ങനെ ഇല്ല ഒന്നുമില്ല. ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചിട്ട് നമ്മുടെ കയ്യിലൊക്കെ അടിക്കുമ്പോ ഉള്ള വേദന. അയ്യോ എന്റെ അമ്മോ. ഇത് ചെസ്റ്റില് ഇവിടെ നോക്കി ഊതി. ഓ ഒരായിലിട്ട് പൊട്ടിയില്ല, ബലൂൺ പൊട്ടിയില്ല. എന്തോ നമുക്കിത് ഇത് ചെയ്താലോ? IRL ഇത് കളിച്ചാലോ? ഇത് കളിച്ചാലോ? എല്ലാവർക്കും തന്നെ ഇത് വെച്ച് അടിക്കുന്ന പരിപാടി. Still couldn't figure out how Kattappa explained this stuff. അത് മനസ്സിലായില്ലടാ. അത് സ്റ്റോറി എക്സ്പ്ലനേഷൻ അല്ലേ നമ്മളെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കണേ. അപ്പൊ ഇതെങ്ങനെ പറഞ്ഞു കൊടുത്തു കാണുമെന്ന്. Don't chase butterflies. Instead, build a garden. പിച്ചി, അരളി, ജമന്തി, ശവന്നാറി, ചുമന്ന തെറ്റി, ശവന്നാറിയോ?
അങ്ങനെ ഒരു പൂ ഉണ്ടോ? ജമന്തി ഈ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടോടാ നേരത്തെ? പക്ഷെ ഇതല്ല, വേറെ സംസാരമായിരുന്നു. ആണോ? ചവന്നാറി, ചുമന്ന് തെറ്റി, പിങ്ക് തെറ്റി, പേരറിഞ്ഞൂടാത്ത കുറെ പൂ, പോരാത്തതിന് തുളസി. അതാണ് നമ്മൾ കണ്ടത്. 10ന്റെ അന്ന് തിരുവോണം വരെ ഇടാനുള്ള പൂതായി പേരെടുത്ത് നിൽപ്പുണ്ട്. എന്നാ കൂടി ചിലതിനൊക്കെതാ ഇവിടെ വന്നൊരു 5 മിനിറ്റ് ഇരിക്കാൻ എന്തര കുറച്ചിൽ കണക്കാണ്. ഇത്തിരി വാടാന്ന് മോനെ ഞാൻ ഇന്ന് കൊല്ലും. പറഞ്ഞു വന്നിട്ട് കഴിഞ്ഞാൽ തല്ലി അടിച്ച് ഇപ്പുറത്തോട്ട് സത്യം. നല്ലൊരു ഗാർഡൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനും കൂടെ തോന്നണം വന്നിരിക്കണമെന്ന്. സത്യല്ലേ? അതൊരു സത്യമാണ് കേട്ടാ. ഗണപതിയുടെ ലോഗോ ഉള്ള ഒരു കാർ കമ്പനി കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കാറിന്റെ പടം ഭയങ്കര ട്രെൻഡിങ്. ഗണപതിയുടെ ലോഗോ ഉള്ള ഒരു കാർ കമ്പനി കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കാറിന്റെ പടം ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിന്റെ ലോഗോ ആണെങ്കിൽ സാക്ഷാൽ ഗണപതിയും. ഇംഗ്ലണ്ടിലെ കാർ കമ്പനിയായ ലാൻസാൻഡയുടെ ലോഗോ ആണിത്. പക്ഷെ ഇംഗ്ലണ്ടുകാർക്ക് എന്താ ഗണപതിയുമായിട്ട് ബന്ധം? പറഞ്ഞുതരാം. ഈ ലാൻസാൻഡെ കമ്പനി തുടങ്ങിയത് പോൾ ലാൻസാൻഡെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ജോർജ് ഹാരിസൺ. ഈ ജോർജ് ഹാരിസൺ ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ലെജൻഡറി ലോക പ്രശസ്ത ബാൻഡ് ആയിട്ടുള്ള ബീറ്റിൽസിലെ ഒരു മെമ്പർ ആയിരുന്നു ഈ ജോർജ് ഹാരിസൺ. അപ്പൊ ഈ ജോർജ് ഭയങ്കര വലിയൊരു ഗണപതി ആരാധകനായിരുന്നു. ഗണപതി കടാക്ഷിച്ചാൽ നല്ല കാലം വരുമെന്നും മാത്രമല്ല വിഘ്നേശ്വരൻ ആയതുകൊണ്ട് തന്നെ വിഘ്നങ്ങളൊക്കെ അകറ്റുമെന്നും പുള്ളിക്കാരൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഈ ജോർജ് ഹാരിസൺ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പോൾ ലാൻസാൻഡയോട് പറയുകയാണ് പുള്ളിക്കാരന്റെ കമ്പനിക്ക് ലോഗോ ആയിട്ട് ഈ ഗണപതി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണ് ഈ ലോഗോ അവിടെ വരുന്നത്. പക്ഷെ ഇതൊരു കാർ കമ്പനി ആയ സ്ഥിതിക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് കേൾക്കേണ്ടതല്ലേ? പക്ഷെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഇവർ കാറുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയല്ല, എന്നാൽ ഇവർ ചെയ്യുന്നത് കാറുകൾ റീസ്റ്റോർ ചെയ്യുകയാണ്. അതായത് റേസ് ട്രാക്കിലൂടെ ഓടുന്ന അടിപൊളി കാറുകളെ എടുത്ത് റീസ്റ്റോർ ചെയ്ത് റോഡിലൂടെ ഓടിക്കാൻ പറ്റുന്ന ലീഗൽ പരുവത്തിലേക്ക് ഈ കമ്പനി മാറ്റിയെടുക്കും. ഇത്തരം കാറുകൾ വൻ വില കൊടുത്ത് മേടിക്കാൻ വേണ്ടി ഒരുപാട് കാർ കളക്ടേഴ്സ് ഈ എനിക്ക് പുതിയ അറിവാണ് കേട്ടാ, സത്യം പറയാനല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ വിൽക്കുന്ന കാറുകൾക്കൊന്നും ഇവരുടെ കമ്പനിയുടെ പേര് വരില്ല. അതുകൊണ്ട് നമ്മൾ ഇവരെ കുറിച്ച് കേട്ടിട്ടുമില്ല. എന്നാൽ ഈ വർഷം അവർ അവരുടെ സ്വന്തം ബ്രാൻഡിൽ ഒരു കാർ ഇറക്കി. ആ കാറാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗണപതി കാർ. ലിമിറ്റഡ്. I asked the Gemini to convert the image into. Oh. Kolla. Nice. Kolla. Thank you. ചത്തു പോയിട്ടുണ്ടോ എന്റെ അമ്മ? ഏറ്റവും പുതിയതായിട്ടുള്ള ഒന്നര അപ്പൊ സൂപ്പർ ആയിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഏറ്റവും പുതിയതായിട്ടുള്ള ഗെയിം ചെയ്യാം. അപ്പൊ ഇതിന് അൺബോക്സ് എന്റെ ചെയർ എന്റെ ചെയർ ഇതാ. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് 2 വർഷമായിട്ട് ഇതാ ഇതിന്റെ ലംബർ സപ്പോർട്ട് എന്ന് പറയുന്നത് അടിപൊളി. ഇത് ഞാൻ അന്ന് എടുക്കുമ്പോ 30 രൂപയായിരുന്നടാ, ഇപ്പൊ ഇതിന് കുറവാണ്. നമുക്ക് അത്രയും കംഫർട്ടബിൾ ആണ് ഇരിക്കുമ്പോൾ. അതിന്റെ കൂടെ തന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ലംബർ കവ് നോബ്സ് ഇതിന്റെ കൂടെ തന്നെ വരും. പിന്നെ നമുക്ക് 152 ഡിഗ്രി വരെ നമുക്ക് സീറ്റ് ഇതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഹൈ ഡെൻസിറ്റി ഫോം ക്യൂഷൻസ് വരുന്നുണ്ട്. ഇല്ലാത്തല്ലെന്ന് തോന്നട്ടാ, ഞാൻ ചെയർ ഞാൻ തന്നെ ഇത് അസംബിൾ ചെയ്ത ഈ ചെയർ അസംബിൾ ചെയ്തപ്പോ ഒരു 4-5 പാർട്സ് അധികം വന്നു. ഞാൻ പിന്നെ അതങ്ങ് കളഞ്ഞു വെച്ചിരുന്നില്ല ഇവിടെ സ്ഥലം. ഒരു 5-6 നട്ടും കുറച്ച് ഉണ്ട പോലത്തെ അതെല്ലാം അധികം വന്നളി. അതെല്ലാം പിന്നെ കളഞ്ഞു. ഇവിടെ സ്ഥലമില്ല വെക്കാനും ബോക്സും എല്ലായിട്ട് പിന്നെ കളഞ്ഞു. പക്ഷെ അത് നമ്മളൊരു ആക്സറേറ്റ് നമ്മൾ എക്സ്ട്രാ വാങ്ങണ്ടാണ്, നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിട്ടില്ല. പിന്നെ എടുത്തു പറയുന്നത് EPU ഗ്രേഡ് സിന്തറ്റിക് ലെതറാണ് ഈ ഗെയിമിംഗ് ചെയർ വരുന്നത്. വിഷ്വൽ ക്വാളിറ്റി ആണ്. കൂടാതെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള 4D ആംബ്രസ്റ്റും ഇതിന്റെ കൂടെ തന്നെ വരുന്നത്. ഓവർ